ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളൊരു വ്ളോഗ് എടുക്കാൻ പോവാണ്. ഞങ്ങൾ 2 വർഷമായി പരിചയപ്പെട്ടിട്ട് ഞാനും അവളും എന്തോ ഒരു നല്ലൊരു ബോണ്ടുണ്ട്. 2 വയസ്സിന് താഴെയാണെങ്കിലും എൻ്റെ ഫസ്റ്റ് ഞാൻ വർക്കിന് കയറിയ സമയത്ത് കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ. അതിൽ കുറേ എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാനൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോഴും സ്റ്റിൽ നല്ല കട്ട ഫ്രണ്ട്സാണ്. സോ ഞാനിന്ന് അവളെ മീറ്റ് ചെയ്യാൻ പോകണം. അവൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഉച്ചയ്ക്കാവും മേ ബി വരാം. പക്ഷേ എനിക്കതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. സോ അപ്പോൾ നമുക്ക് ബാക്കി വളങ്ങളൊക്കെ കാണാം. വീണ്ടും വന്നിട്ടുള്ളത് ഡീലുക്സ് സ്റ്റുഡിയോയിലാണ്. വ്ളോഗ് ഉണ്ട് കേട്ടാ. ഈ പ്രാവശ്യം എൻ്റെ ഹെയറെല്ലാം ചെയ്യുന്ന ഫേസിലാണ്. നീ ഒരു ഹെയർ സ്റ്റൈൽ നന്നായിട്ടല്ലോ. ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈല് ഫ്രോക്കൊക്കെ ഇടില്ലേ. അപ്പൊ ഞാനിപ്പോ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊറിയൻ ഫേഷ്യലാണ് കേട്ടോ. ഇപ്പൊ കറന്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കൊറിയൻ ഫേഷ്യല്. നമ്മൾ സാധാരണ പണ്ടൊക്കെ നമ്മളൊരു ബ്ലീച്ച് ചെയ്ത് അങ്ങനെ ഒരു നോർമൽ ഒരു ഫേഷ്യലാണ് ഗോൾഡൻ ഫേഷ്യല്, പേൾ ഫേഷ്യല്, അങ്ങനെയുള്ള ഫേഷ്യൽസ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് കൊറിയൻ ഫേഷ്യല്. പിന്നെ ഈ ഫേഷ്യലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ളത് വരും, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ആവും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആവുകയും ചെയ്യും. ഒപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. മാത്രമല്ല ഇത് നമ്മുടെ സ്കിൻ ടെക്സ്ചറൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ റിങ്കിൾസ്, അതുപോലെ അൺഈവൻ സ്കിൻ ടോണൊക്കെ ഇല്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല റിലീഫ് ഫീലാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. ഇത് ഞാനിത് ഇതൊക്കെ ചെയ്യുന്നത് ഉറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ അറിയാൻ പറ്റും. അവരെന്നെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, വിനീന്ന് വിളിക്കുന്നുണ്ട്. ബട്ട് ഞാൻ കുറച്ച് പകുതി എത്തിയപ്പോൾ അവർ സ്കിന്നിൽ ഇങ്ങനെ മസാജ് ചെയ്തപ്പോൾ നല്ലോണം ഞാൻ കുറച്ച് അത്യാവശ്യം ഉറങ്ങി. അപ്പോൾ നമ്മുടെ സ്കിന്നിനും നല്ലൊരു റിലീഫ് നമുക്ക് കിട്ടും. ഒരു സ്ട്രെസ് റിലീഫ് എന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നല്ല ക്ലിയർ സ്കിന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊറിയൻ ഫേസ് പാക്ക് അല്ലെങ്കിൽ കൊറിയൻ ഫേഷ്യലൊക്കെ നല്ലതാണ് കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഈ മെഷീൻ വെക്കുന്നത്. ഇതിൽ നമ്മുടെ ഡൾനെസ്സും റഫ്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ആക്നി പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇത്തിരി ക്ലിയർ ആവും. ഈ ഒരു മുതലിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് മെയിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. സോ അവൾക്ക് ഉച്ചയ്ക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ ഞാൻ രാവിലെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തു. ബട്ട് പാവുണ്ട്, 1 മണിക്കൂർ അത് വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം എൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടായില്ല, നമുക്കത് പകുതിക്കിട്ട് വരാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ നമുക്കൊരു ഹാഫ് വാങ്ങി നന്നായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ റൈസ് ഞങ്ങൾ 2 പേരും വിളമ്പി. സോ നിങ്ങൾ കുറേ നാളായി കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ആക്ച്വലി എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ കുറേ സംസാരിച്ചു. വീഡിയോ ഒക്കെ എടുക്കാൻ്റെ ഇടയിലൊക്കെ മറന്നുപോയി ഗൈസ്. സോ അപ്പോൾ അതിൽ കുറച്ച് ക്ലിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഇത് കുഴിമന്തിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല നെയ്യ് അവളിത് എത്ര കഴിച്ചില്ല. വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുകയാണെങ്കിൽ ഞാൻ 2 പീസ് കഴിച്ചു. ഫുഡും കഴിച്ചു, റൈസും കംപ്ലീറ്റ് ആക്കി സെറ്റ് കഴിച്ചപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. സെറ്റല്ല ഫുഡ്? എനിക്ക് ഫുഡൊക്കെ കണക്കാം. പച്ചവെള്ളം കുടിച്ച് വയറ് നിറയ്ക്കുകയാണെങ്കിൽ ഇതപ്പോൾ ഞങ്ങൾ ഇനി നെക്സ്റ്റ് പോണത് മാക്സിലേക്കാണ്. ബെസ്റ്റിക്കോടിയുടെ മാക്സ്. അപ്പോൾ അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. ചലഞ്ച് ചെയ്യാം. അതായത് മാക്സിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് നിനക്കറിയാലോ. അപ്പം എനിക്ക് സെലിബ്രേഷൻ ഇടാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക്
ഇതാക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് നീ സെലക്ട് ചെയ്തത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എനിക്ക് എന്നിട്ട് അങ്ങനെ അതാണ് നമുക്ക് ചലഞ്ച്. തോന്നിക്കണം. ഒരു ഫ്രോക്ക് ആണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, വെസ്റ്റ് ഫോർട്ടിക്ക് പോകണം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ക്രിസ്മസ് ആണെങ്കിൽ നമുക്ക് ജീൻസും ടോപ്പും അങ്ങനത്തെ ഒക്കെ നോക്കാം. ഓക്കെ, ഇത് നല്ല രസമുണ്ട്, ഭയങ്കര സോഫ്റ്റ്. പക്ഷെ ഇത് ഇവിടെ അകത്ത് പുറത്ത് ഇട്ടിട്ട് നിൽക്കാൻ വലിയ ചൂടെടുക്കും. ശരി, പക്ഷെ നീ തൊട്ടേക്ക് പൂച്ചയുടെ തൂല് പിടിക്കണ പോലെയുണ്ട്. തൂലല്ല, തോട്. തോടാ? തോടല്ലേ, തൊലി. തൊലിക്കട്ടി. തൊലിയല്ല ഇത്. എല്ലാം കൺഫ്യൂഷൻ ആക്കി വെച്ചല്ലോ നീ. ആ ക്രോപ്പ് ഷർട്ട് കളി മൊത്തം കളിച്ചാടി കഷ്ടണ്ട്. വായോ, ഇതോ ഞാനൊരു സംഭവം കാണിച്ചു തരണ്ടോ? ഇതോ എന്നാലും ഞാൻ ഓണാക്കിട്ട് തന്നെയാണ് വിചാരിച്ചേ. പറഞ്ഞിട്ടല്ലേ പാളിത്തായില്ലേ? അത് പറയുന്നിട്ട് കാര്യമില്ലല്ലോ. ഇഷ്ടപ്പെട്ടോ? നെക്ക് കുറച്ച് കൂടുതലാന്ന് തോന്നുന്നത്. ഇന്നുണ്ടല്ലോ, ഞാനുണ്ടല്ലോ. ഹൗസ് ഇറ്റ്. ഫ്രോക്കൊന്ന് നോക്കി തരൂ. ഇത് വാ പുറത്തേക്ക്. നല്ല ഷേപ്പാ തോന്നണേ. ബാക്ക് ശരിക്കട്ടെ. ആ, ബാക്കൊക്കെ അടിപൊളിയാ. ഫ്രണ്ടിൽ അവിടെ കണ്ടില്ലേ, അവിടെ ഒരു ടോപ്പ് ഉണ്ട്, ഇട്ടാ മതി. എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസം. എനിക്ക് ഇതായിട്ട് ഇഷ്ടമായി. അതിനേക്കാൾ കുറച്ചും കൂടെ നിന്റെ ഒരു ബോഡി ലാംഗ്വേജിന് പിന്നെ ഏതാ അയ്യേ, ഇത് ഒരിക്കലും ഇത് രസില്ല. ഇത് ഒരിക്കും ഇത് രസില്ല. സീനൊന്നുമില്ലല്ലോ, നമുക്കത് വേണമെങ്കിൽ ബാക്ക് അറ്റാച്ച് ഇറക്കാമല്ലോ. അപ്പൊ ഞങ്ങള് ഫ്രോക്ക് വാങ്ങി. വൈറ്റും റെഡും ടീം പറഞ്ഞിട്ടാണ് ഒരാൾ വന്നത്. ബോഡിക്കോൺ പോലത്തെ ഡ്രസ്സാണ്, ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് അനുസരിച്ച് ഇവിടും ഫ്രോക്ക് എനിക്ക് കാണിച്ചു തന്നു. ഇവിടും അതെടുക്കാണ്. ഞങ്ങൾ രണ്ടുപേരും സെയിം ഫ്രോക്കാണ് എടുത്തിട്ടുള്ളത് അല്ലേ? അതെ. അപ്പൊ ഞങ്ങളിപ്പോ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ഞാൻ ഒരു ഹോം ഷോപ്പ് ഉണ്ടാക്കുക. അപ്പൊ അവിടെ ആളെനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആള് ഹോം ഷോപ്പാണ് ആള് ചെയ്യുന്നത്. വീട്ടിൽ ഓൺലൈനിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡെലിവറി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പൊ വളരെ ഒരു ഡ്രസ്സിൻ്റെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് എത്രത്തോളം കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര കാറ്റാണ്. സോ അപ്പൊ നമുക്ക് പിന്നെ അവിടെ വെച്ചിട്ട് കാണാം. ഹായ്. അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ഹോം ഷോപ്പ് ചെയ്യുന്നതാണ്. സർപ്ലസ് ആയിട്ടുള്ള പാൻറ്, ഷർട്ട്, അങ്ങനെ യൂണിസെക്സ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊച്ചൻ്റെ വീട്ടിൽ ഷോക്കേഡ്സിൽ ഞാൻ കണ്ടതാണ്. ഇത് ചിരട്ട കൊണ്ട് കൊച്ചൻ്റെ ചേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഫുള്ളും ഒന്ന് ആലോചിച്ച് നോക്കി, ചിരട്ട കൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കാന്ന് പറയുന്നതിൽ ഭയങ്കര, അത് കാണുമ്പോൾ അങ്ങനെയാന്ന് പറയൂല. കാരണം നമ്മളൊരു വാങ്ങിയിട്ടുള്ളതാന്ന് പറയുള്ളൂ. നല്ല ക്രിയേറ്റീവ് ആയിട്ടില്ലേ അത്? ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? കമൻറ്റ് ചെയ്യും കേട്ടോ ഗൈസ്. ഈ ഒരു ഷർട്ടും എനിക്ക് ലാവൻഡറുള്ള പാൻറ്റും ഇഷ്ടപ്പെട്ടു. ഇത് കൊച്ചൻ്റെ ഒരു റൂമാണ് കേട്ടോ. അതിങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷർട്ടും കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിതാ എല്ലാവരും വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഇതും എനിക്കിഷ്ടപ്പെട്ടു. മറ്റേ ജീൻസ് എവിടെയാണ്? ബ്ലൂ ജീൻസ് നിർത്തി കാണിച്ചു കൊടുത്ത
ഈ ജീൻസ് ഞാൻ എടുത്തു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ജീൻസ്. നൈസ്, നല്ല കളറുള്ള ഡബിൾ ഷെയ്ഡായിട്ട്. അപ്പം ഞങ്ങളിത് ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായി. വൈകുന്നേരമായി കേട്ടോ. ഒരാൾ ഭയങ്കര വിഷമോട്ടോ, നീ പോവാറായില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്താ വീട്ടിലെത്തി. ഞങ്ങൾ ശക്തനേന്നാണ് പിന്നെ അവിടെ വീട് പറഞ്ഞത്. അപ്പോൾ ഞാനും അവളായിട്ടുള്ളൊരു ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യലൊന്നുമില്ല. കാരണം അവൾക്ക് അവളുടേതായ തിരക്കുണ്ട്, എനിക്ക് എൻ്റേതായ തിരക്കുണ്ട്. സോ ഞങ്ങൾ വല്ലപ്പോഴും മെസ്സേജ് അയച്ചു അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഞാൻ അവളെ വിളിച്ചു തന്നെ. നമ്മൾ വല്ലപ്പോഴും വിളിക്കുള്ളൂ, അങ്ങനെ ഏത് നേരം വിളിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ നാളെ ഫ്രീ ആണ്, അവൾ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പഠിക്കുകയാണ് കോയമ്പത്തൂർ. അപ്പോൾ നമുക്ക് ഇന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്കിനി ഭയങ്കര ഭയങ്കര മിസ്സിങ് ആയത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ അവൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നു കേട്ടോ. അവൾ ഈ ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. മുത്തുകൊണ്ട് മാല, കൈച്ചേൻ അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കി തന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതിൻ്റെ ഒരു കുളത്ത് ഇവൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇവൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തരുമ്പോൾ ഇത് എപ്പോഴും നിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ബാഗിൽ തൂക്കിയിടുക, അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ ബാഗിൽ തൂക്കിയിടുന്നില്ല, ബസ്സിലൊക്കെ പോകുമ്പോൾ തിരക്കൊക്കെ വന്ന് ഞാൻ അത് പോകും. സോ ഞാനത് എൻ്റെ കയ്യിൽ തന്നെ ബാഗിൻ്റെ ഉള്ളിൽ എപ്പോഴും പൗച്ചിൽ ഒരു സുരക്ഷിതമായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു ഫോട്ടോസ് പോലും എടുത്തിട്ടില്ല. ഞങ്ങളിപ്പോഴും ഇങ്ങനെ അവളുടെ കൂടെ ഉള്ളത് റയറായിട്ട് ബുക്കുണ്ടാവുള്ളൂ. കാരണം ഞങ്ങൾ ഭയങ്കര സംസാരം, ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു, ഭയങ്കര സംസാരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ മറന്നു. ചില സമയത്ത് അവൾക്ക് നല്ലൊരു മൂഡിലാണെങ്കിൽ ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ അത് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. കാര്യം പറയാനുള്ളത്, ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാനൊരു പർച്ചേസിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു വീടാണ്. വടൂകരയിലാണ് വീട് വരുന്നത്. അതായത് വടൂകര നെടുപുഴ റൂട്ടിൽ ഹരിത ഫ്ലാറ്റിൻ്റെ അവിടെയാണ് ഈ വീട് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല സർപ്ലസ് ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സസും യൂണിസെക്സ് ആണ്. ഗേൾസിന് ലേഡീസിന് പറ്റണതും ജനത്തിന് പറ്റുന്ന ഡ്രസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിലും അതും ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പോയി നോക്കാം. പിന്നെ ഫസ്റ്റ് നമ്മൾ ഡീലുക്സ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഓൾറെഡി ഹെയറിൻ്റെ വീഡിയോ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലീനപ്പോ ഫേഷ്യലോ വെജിബിൾ മാസ്കോ അങ്ങനെ ഹൈഡ്രാ ഫേഷ്യൽ ഉണ്ട്, അതുപോലെ തന്നെ കൊറിയൻ ഫേഷ്യൽ ഉണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഡീലുക്സ് സ്റ്റുഡിയോയുടെ നമ്പർ ഞാൻ കൊടുക്കാം. അതും ഞങ്ങൾ വിസിറ്റ് ചെയ്ത് പോയി നോക്കട്ടെ. ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ ഇന്നത്തെ വ്ളോഗിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരിക്കലും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ മീറ്റ് ചെയ്യുക. ഒരു ജസ്റ്റ് നമുക്കൊരു ഹാപ്പിയാണ്. നമുക്ക് ഏത് നേരം വീട്ടിലിരുന്ന് ആസ് യൂഷ്വൽ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മടുക്കും. സോ ഇങ്ങനെയുള്ളൊരു സ്പെഷ്യലായിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോയി ഒന്ന് ഹാങ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് വന്നോളൂ.